തുടങ്ങുന്നതായിരിക്കും അവിടെ നിന്ന് മാറി ദൂരത്തുള്ള രീതിയിലെ കോർപ്പറേറ്റ് ഓഫീസ് പോകുന്നതാണ്. 2002 മുതലൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ എല്ലാവരും ഒന്ന് കേട്ടു തുടങ്ങി. അപ്പൊ അതിന് മുമ്പ് സോഫ്റ്റ്വെയർ ഉണ്ട്, ഈ കൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് ഈ കൺസെപ്റ്റിനുള്ള ഒരു അഡ്വാൻസ് ചെയ്തിട്ട് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്ലാൻ വേണം, ഇൻവേഷൻ വേണം, സെക്ഷൻസ് വേണം, അതിന്റെ 3D വ്യൂസ് വേണം. ഇത്രയായിട്ട് സാധാരണ രീതിയിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നാട്ടിൽ വീട് വെക്കാനായിട്ടാണെങ്കിൽ നമ്മൾ പറയാനുള്ള പ്ലാൻ പഠിപ്പിക്കണം, അങ്ങനെ വന്നതെന്ന് പറയാം. അപ്പൊ അവിടെ നിന്നും മാറി ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ കോസ്റ്റിങ്, അതിന്റെ ടൈം, അതൊക്കെ നമുക്ക് വളരെ എന്താ പറയാ വിലപ്പെട്ട കാര്യങ്ങളാണ്. എപ്പോൾ അവർക്ക് തീർക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ അവർ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം, നമുക്കിപ്പോ ചെയ്യും. അപ്പൊ അതിന് എത്ര മെറ്റീരിയൽ വേണം, ആ മെറ്റീരിയൽ എത്ര കോസ്റ്റ് ആവും എന്നൊക്കെ നമുക്ക് പിന്നെ പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അറിയാൻ സാധിക്കുവാണെങ്കിൽ കൊട്ടേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒത്തിരി ഹെൽപ്പ് കൊടുക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അതാണ് ഈ പ്രോട്ടീൻ പരിധി എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റ്. അപ്പൊ നമ്മൾ നേരത്തെ ഓട്ടോക്കാട്ടി കൂടി എന്ന് പറയുമ്പോൾ 2 ഡയമെൻഷനാണ്, അത് കഴിഞ്ഞ് 3D ആയി 3 ഡയമെൻഷനാണ്, അത് കഴിയുമ്പോൾ 4D ആയി 5D ആയി. ഫോർഡി ആയി, 4D എന്ന് പറയുമ്പോൾ ഷെഡ്യൂളിംഗ് ആയി, അത് കഴിഞ്ഞ് 5D എസ്റ്റിമേഷൻ ആയി, 50, 70, 80, 90, 10D വരെ. ഞാൻ കുറച്ചാൾക്ക് മുമ്പ് വരെ 70 വരെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നു. 80, 90, 10D എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് അടുത്തടുത്ത ഒരു ഡെവലപ്മെന്റ്. കാരണം ഇത് മോഡലിൽ വരുന്ന കാര്യങ്ങളല്ല, ആ മോഡലിനകത്ത് കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ആണ് ഇതിനകത്തേക്ക്. കാരണം അതിപ്പോ എന്നോട് പിന്നെ ഇപ്പം ഇൻഫർമേഷൻസ് ആണ് അതിന്റെ. അപ്പം ഇത് നമ്മൾ നോർമലായിട്ട് 3D എന്ന് പറയുന്ന ഒരു നിൽക്കുന്നതിൽ നമ്മുടെ മോഡലിംഗ് വരും. പിന്നെ ആ മോഡലിനകത്ത് നമ്മൾ എന്തൊക്കെ ഇൻഫർമേഷൻസ് അതിനകത്ത് ആഡ് ചെയ്ത് ആ ആഡ് ചെയ്ത് കൊടുക്കുന്നതിന്റെ ലെവൽ അനുസരിച്ചാണ് ഈ 4D 5D 60 എന്നുള്ള ആ ലെവലിലേക്ക് മാറ്റുന്നത്. ഓരോ ആവശ്യങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കുന്നു. ഇതില് നമ്മള് 70 വരെ ഈ 70 വേണ്ടുന്ന കാര്യങ്ങൾ വരെ 60 നമ്മൾ ചെയ്യുന്നില്ല, 70 വേണ്ടുന്ന കാര്യങ്ങൾ വരെ കഴിഞ്ഞ സ്കൂളിന്റെ പരീക്ഷകൾ കൊടുത്തിരുന്നു. നമ്മൾ അസറ്റ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് കുറെ കമ്പ്യൂട്ടറിന് ആഡ് ചെയ്തു. അതെന്താന്ന് വെച്ചാൽ നമുക്ക് ഒരു സാറ് പറഞ്ഞ പോലെ ഒട്ടേകാരനകത്ത് 3D കണ്ടാൽ ജസ്റ്റ് ഷേപ്പ് മാത്രമാണ്. ഇതിനകത്ത് നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് പിക്ക് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ എന്താണ് ട്രെയിനിൽ എല്ലാവരും ചെയ്യും. WC പിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ WC ഏത് കമ്പനിയിലാണ്, ഉപയോഗിച്ച മെറ്റീരിയൽ ഏതാണ്, ഏത് മാനുഫാക്ചറാണ്, അതിനാണ് ചെയ്യുന്നത്, എല്ലാം അതിനകത്ത് ആഡ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേറെ കുറെ ടൂൾസുകളുണ്ട്, കുറെ ടൂൾസുകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഓരോ സ്റ്റേജ് അനുസരിച്ച് ഇതിനകത്ത് കുറെ ടൂൾസുകളാണ്. അങ്ങനെയുള്ള 1-2 സോഫ്റ്റ്വെയറിൽ നിൽക്കുന്നതല്ല എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇങ്ങനെയുള്ള ഓരോ സ്റ്റേജിൽ 10D വരെയുള്ളതിന് ആ ഓരോ സ്റ്റേജിൽ സോഫ്റ്റ്വെയർ, പക്ഷേ പുതിയ വലിയ സോഫ്റ്റ്വെയറുകളൊന്നും അല്ലെങ്കിൽ തന്നെ ഓരോരോ ആവശ്യങ്ങൾക്ക് ഓരോ എല്ലാം നമുക്ക് ചെയ്യുന്നതായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് മോഡൽ ചെയ്യാം, എസ്റ്റിമേഷൻ, ഷെഡ്യൂളിംഗ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ആയി കുറച്ചുകൂടെ ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നത്. പിന്നെ നമുക്ക് വരികയെന്ന് കോട്ടയക്കാരനകത്ത് പല രീതിയിലുള്ള ഡ്രോയിങ്ങുകളുണ്ട് അല്ലേ? എന്തൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഓട്ടോക്കായിട്ട് ഓരോ സ്റ്റേജുകൾ നമുക്ക് വരിക. ഡിസൈൻ സ്റ്റേജ് വരാം, ഡ്രോയിങ് വരാം, വരാം, എന്നുള്ള രീതിയിൽ ഓരോ സ്റ്റേജിലുള്ള ഡ്രോയിങ്സ് എന്നുള്ള രീതിയിൽ അതനുസരിച്ച് നിങ്ങൾ ഇവന്റകത്ത് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. മോഡലിന്റെ നമുക്ക് കഴിയും. അതാണ് LODs, ലെവൽ ഓഫ് ഡീറ്റെയിൽ. കുറെ ഇതേയുള്ള ഇതിനകത്ത് കുറെ ടെക്നിക്കൽ ടേംസ് ഉണ്ട്, എല്ലാത്തിലേക്കും പോകാൻ പറ്റില്ല. ഈ LOD എന്നുള്ളതിൽ LOD എന്ന് പറയുമ്പോൾ എന്താണ് ലെവൽ ഓഫ് ഡീറ്റെയിൽ ആണ്. അതിനകത്ത് LOD 100, 200, 300 വരെ വരുന്നുണ്ട്. ഡിസൈൻ സ്റ്റേജ് ആണ് LOD 100 എന്ന് പറയുമ്പോൾ പ്രീ ഡിസൈൻ എന്താണെന്നുള്ള ഇനിഷ്യൽ സ്റ്റേജ്. LOD 200 വരുമ്പോൾ സ്കീമാറ്റിക് ഡിസൈൻ ആയി. LOD 300 എന്ന് പറയുന്നത് നമ്മൾ IFC ഡ്രോയിങ്സ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലുള്ള ഡ്രോയിങ്സ്. മോഡൽസിനെയാണ് നമ്മൾ എന്താ പറയാ LOD 300. LOD 350 കൺസ്ട്രക്ഷൻ ഡോക്യുമെന്റേഷൻ, LOD 400 പറയുന്ന കൺസ്ട്രക്ഷൻ സ്റ്റേജ്. നമ്മൾ ഇന്നത് കൊടുക്കുന്ന മോഡലുകൾ ഇനിഷ്യൽ സ്റ്റേജിൽ കൊടുക്കുന്നത് എന്താണ് LOD 400 ആണ്. കാരണം നമ്മൾ എങ്ങനെയാണ് സൈറ്റിൽ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ മോഡൽ ചെയ്ത് കൊടുക്കുന്നത്.
അത് കഴിഞ്ഞിട്ട് LOD 500 എന്ന് പറയുന്ന അസിസ്റ്റന്റാണ് വർക്ക് കഴിയുന്ന സമയത്ത് എങ്ങനെയാണ് സഹിക്കുന്നത് അതിനാണ് അതേ നമ്മൾ കൊടുത്തിരുന്ന LOD 400 മോഡിഫൈ ചെയ്തിട്ടുള്ളതാണ് LOD 500. മറ്റേ ഏരിയസ് ഇല്ലാത്തുണ്ടെന്നുണ്ടെങ്കിൽ LOD 400 തന്നെയാണ് LOD 500 ഇല്ല. പക്ഷെ ബാക്കി വരുന്ന നമ്മള് നേരത്തെ പഠിച്ച 60-70 എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോഴാണ് ഇതിനകത്തേക്ക് മറ്റു കാര്യങ്ങൾ ആഡ് ചെയ്യുന്ന കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു ബിംബത്തുള്ള അല്ല ഇൻഫർമേഷൻസ് ആയിട്ടുള്ളത് സെർച്ച് ചെയ്യാൻ ഇതിനുള്ള കുറെ ഇൻഫർമേഷൻസ് ജിമ്മിന്റെ അത് പറഞ്ഞ ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജ് മുതൽ നമ്മൾ ഓരോ സ്റ്റേജിൽ തുടങ്ങി നമുക്ക് എന്താണ് പറയുക ഡിമോണിഷിംഗ് ഇതാണ് LOD 100 കൺസെപ്റ്റ് ഡിസൈനിൽ തുടങ്ങി ഇങ്ങനെയുള്ള ഒരു സൈക്കിളായിട്ടാണ് നമുക്ക് ഇതിനകത്ത് ഓരോ സ്റ്റേജിലും നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് വെക്കാൻ ചെയ്യാൻ പറ്റുന്നു. കുറച്ച് ഇതിലേക്ക് സമയത്ത് മറ്റു സോഫ്റ്റ്വെയർ കേസ് വർഷം എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനോടാണ് പഠിക്കുന്നത്. അതിനകത്ത് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്ത് ചെയ്യാൻ പറ്റും കുറച്ച് അഡ്വാൻസ് ആയിട്ട് ഓരോ സ്റ്റേജിലും നമ്മൾ ഈ ഒരു കൺസെപ്റ്റാണ് നമ്മൾ പറയുന്നത് വിമ എന്നുള്ളത്. വിമ ചെയ്യുന്ന ഏകദേശം 20 കൂടുതൽ സോഫ്റ്റ്വെയറുകളുണ്ട്. എല്ലാ മോഡലുകളും എന്നുള്ള രീതിയിലല്ല യൂസ് ചെയ്യുന്നത്, ഓരോ പർപ്പസിനായിട്ട് യൂസ് ചെയ്യുന്ന 20 കൂടുതലുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. അതിന് ഒരു ടൂൾ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. കൂടാതെ ഓരോരോ ഫോട്ടോഡിസ്കിനെ സംബന്ധിച്ച് പണ്ടും അറിയാം, ഫോട്ടോഡിസ്കിന്റെ സോഫ്റ്റ്വെയറുകളെല്ലാം തന്നെ ദോഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ 70% വിമ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ സോഫ്റ്റ്വെയർ. അതിന്റെ ഒരു റീസൺ നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഏത് വെർഷൻ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അന്നേരം തന്നെ ഡിജിറ്റൽ അവൈലബിൾ ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ എന്ന് പറയുന്നത് 2026 ആണ്. സാധാരണ രീതിയിൽ എല്ലാ മാർച്ച് മാസമാണ് ഫോട്ടോഡെസ്കിനൊക്കെ യൂസ് ചെയ്യുക. 25 മാർച്ച് അവസാനമാണ് 26 30 വർഷമായിട്ട് കണ്ടുപിടുത്തൊരു കാര്യമാണ്. മാർച്ച് ലാസ്റ്റ് അടുത്ത വർഷം നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഗവൺമെന്റ് 26 നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. പക്ഷേ സിസ്റ്റം കോൺഫിഗറേഷൻ കുറച്ചും കൂടുതൽ വേണം. പിന്നെ ഒരു 2012 ഇതുവരെ കാണുന്നു. പലരും പറയാൻ എന്റെ ലാപ്ടോപ്പിനകത്ത് ഇല്ലാത്തതിലേക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല, നോക്കാൻ പറ്റിയില്ല എന്ന് പറയും. ഒരു 2012 മുതൽ ഞാൻ അന്ന് മുതൽ ഇതുവരെയുള്ള പ്രശ്നമാണ് ബേസിക് ആയിട്ടുള്ള ഒരു ടൂൾസിനും വ്യത്യാസമില്ല. പക്ഷേ സംഭവിച്ചൊക്കെ വ്യത്യാസം വരും. ബേസിക് ആയിട്ടുള്ള ഒരു ടൂൾസിനും ഒട്ടേക്കാടായാലും അതിനകത്തില്ല. അങ്ങനെയൊക്കെയുള്ള ലാപ്ടോപ്പിനകത്തൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണമെന്നൊക്കെ പഠിക്കണം, പ്രാക്ടീസ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യാൻ ലാപ്ടോപ്പിന്റെ കുറഞ്ഞ വർഷം ഇട്ടാൽ നമ്മളിപ്പോൾ ബേസിക്കായിട്ട് പറയാൻ ടൂളുകൾ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് അറിയാം എങ്ങനെയാണ് സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുക എന്നുള്ളത് അല്ലേ. സാധാരണ രീതിയിൽ ഡെസ്ക്ടോപ്പ് ഓപ്പൺ അപ്പം അങ്ങനെ ഒരു ഓപ്പണായി വരുന്ന സമയത്ത് ഉള്ള ഒരു GUI ആണ് ഈ കാണുന്നത്. വെബിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോക്കാനകത്ത് കൊല്ലിക്കത്ത് പറഞ്ഞാൽ ക്യാപ്റ്റൻ നോർമലായിട്ട് സേവാകും. ഇതിൽ ഓപ്പൺ ആക്കും. ഓപ്പൺ ആക്കുന്നത് എന്താണ് നമ്മൾ ഓപ്പൺ ആക്കി എഴുതുന്നത് ആദ്യം ഓട്ടോക്കാർ ഓപ്പൺ ആക്കുന്നത് നമ്മൾ എന്തായാലും എന്ത് ഓപ്പൺ ആക്കിയിട്ടാണ് നമ്മൾ ആ ഒരു ഞാൻ ഫയൽ സേവ് ടെംപ്ലേറ്റ് ഓപ്പൺ ആക്കിയിട്ടാണ്
ടെംപ്ലേറ്റ് കോട്ടയത്തിനകത്ത് അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റും അതിൽ ഓരോ കോൺട്രാക്റ്റുകളും ടെംപ്ലേറ്റ് ആണെങ്കിൽ TWCF ഉണ്ട്. ആരും നോക്കില്ല, എല്ലാവരും ക്ലിക്ക് ചെയ്യും. അവിടെ സേവ് ചെയ്യുമ്പോൾ ഈ ടെംപ്ലേറ്റിന്റെ പ്രത്യേകത സേവ് ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറും, പ്രൊജക്റ്റ് ആയി അത് പുതിയ പാറ്റേൺ മാത്രമേ ഉള്ളൂ. അത് ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ വർക്കാവില്ല. ഓപ്പൺ ചെയ്യാൻ എക്സിസ്റ്റിംഗ് ഫയലിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഓപ്പൺ. ന്യൂ എടുത്തിട്ട് അതെന്താ ഉപയോഗിക്കാം, എഴുതാം എന്ന് പറഞ്ഞ പോലെ തന്നെ വെബിനകത്ത് കുറച്ച് എന്താണ് പറയുക എക്സ്റ്റൻഷൻസ് ഒക്കെ നോക്കിയാൽ വെബിനകത്ത് 2 ടൈപ്പ് ഫയലുകളാണ് യൂസ് ചെയ്യുന്നത്. വെബിനെന്ന് പറയുന്നത് ഓട്ടോക്കാട് ക്ലീൻ ഓട്ടോക്കാട് കൂടി ചെയ്യുമ്പോൾ കൂടിക്കകത്ത് കുറെ ബ്ലോക്കുകളെല്ലാം തന്നെ 2D ബ്ലോക്കുകൾ. എന്നാൽ ഇതേപോലെ കുറെ 3D ബ്ലോക്കുകൾ എന്ന് പറയാം. 3D ബ്ലോക്ക് നല്ല കണ്ടന്റിനോ ഫാമിലിയോ ആണ് നമ്മൾ അതിനകത്ത് പറയാം. അപ്പൊ അതുകൊണ്ടാണ് 3D ബ്ലോക്ക് കുറെ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. നമുക്ക് പ്രൊജക്റ്റ് ഉണ്ട്, ഈ പറയുന്ന കണ്ടന്റ് ഉണ്ട്. പ്രൊജക്റ്റ് ആയാലും കണ്ടന്റ് ആയാലും രണ്ട് ടൈപ്പ് ഫയലുകൾ ഫയൽ 4 രീതിയിലുള്ള ഫയൽ എക്സ്റ്റൻഷൻസ് ആണ് നമുക്ക് ഇതിനകത്ത് വരിക. അതിൽ ഏറ്റവും താഴെ ആ ഫയലോ ടൈപ്സ് ഇതിനകത്ത് കൃത്യമായത് .rbt ഉണ്ട്, .rp ഉണ്ട്, .rp അതിന്റെ 4 വളരെ പ്രത്യേകം. അപ്പൊ ഈ 4 ഫയൽ ടൈപ്പുകളെന്ന് പറയുന്നത് 2 കാര്യം കൂടിയാണ്. അതായത് നമുക്കിപ്പോ ഈ ഫയല് UI നോക്കിയാൽ നമുക്കറിയാം. ഇവിടെ നോക്കുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വരിക എന്ന് പറയുന്നത് മോഡൽസ് ആണ്, ഇത് ഫാമിലീസ് ആണ്. ഇത് ഈ റൈറ്റ് സൈഡിൽ റീസെന്റ് ഫയലിൽ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് റീസെന്റ് ആയിട്ടുള്ള പ്രൊജക്റ്റിന്റെ, അതായത് മോഡൽ ഏറ്റവും ലേറ്റസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആ ഫയലുകളാണ് അവിടെ കാണുന്നത്. പക്ഷെ താഴെ ഫാമിലീസ് എന്ന് പറയുന്ന ഫാമിലി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ലിമിറ്റിന്റെ കണ്ടന്റ് ഈ വർക്ക് ചെയ്യുന്നത് അത് വർക്ക് ചെയ്യുന്നത് ഈ ഫാമിലി യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങളവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഫാമിലി കാര്യങ്ങളിൽ കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് പോയിന്റ് അതെല്ലാം ഉണ്ടെങ്കിൽ അത് കിട്ടും. ഈ LOI 300, 400, 500 എന്നൊക്കെ പറയുന്നത് ഈ ഫാമിലി മെയിൻ ആയിട്ട് കിട്ടിയിട്ടില്ല. കാരണം അത് ഒരു ഡീറ്റെയിൽസ് കൊടുത്ത് ചെയ്താൽ മാത്രമേ 400, 500 അതെല്ലാം അപ്പം ഈ മോഡൽ എന്നുള്ള യാത്രയിലേക്ക് വരുമ്പോഴാണ് അവിടെയാണ് 2 ഫയൽസ് കൊടുക്കുക. അപ്പൊ അത് ഒന്നാണ് നമ്മൾ .rbt, .rte അത് പുറത്തു വെച്ചുകൊള്ളാം. കാരണം നമ്മളിപ്പോൾ എവിടെ ചെന്നിട്ടായിട്ട് ഒരു ഫയലൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നു ഇതാണ്. .rbt എന്നുള്ളതാണ് ലിമിറ്റ് പ്രൊജക്ട് എന്നുള്ളതിന്റെ ഫയൽ എക്സ്റ്റൻഷൻ. നമ്മൾ നേരത്തെ ഒട്ടേക്കാട് DWG എന്ന് പറയുന്ന പോലെ ഉള്ള എക്സ്റ്റൻഷൻ ആണ് .rbt എന്നുള്ളത്. ഇതിന്റെ തന്നെ ടെംപ്ലേറ്റ് ആണ്, അതായത് പ്രൊജക്ട് ചെയ്യാനായിട്ടുള്ള ടെംപ്ലേറ്റ് ആണ് .rte. നോക്കി നോക്കാം, ലിമിറ്റ് ടെംപ്ലേറ്റ് RTE, പിന്നെ ലിമിറ്റ് ഫയൽ എന്നുള്ള രീതിയിൽ RTE ഇതിപ്പോൾ നോക്കി വെക്കാനായിട്ട് സാധിക്കും. പിന്നെ വഴിയാന്ന് പറയുന്നത് ലിമിറ്റ് ഫാമിലി ഫയലാണ്. ലിമിറ്റ് ഫാമിലി ഫയൽ എന്ന് പറയുമ്പോൾ അതിന്റെയാണ് .rsa. ഈ ഫാമിലി ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടുന്ന ടെംപ്ലേറ്റ് ആണ് RFT, ലിമിറ്റ് ഫാമിലി ടെംപ്ലേറ്റ്. 4 രീതിയിലുള്ള ഫയൽ എക്സ്റ്റൻഷൻസ് ആണ് ഇതിനകത്ത് വരിക. 4 രീതിയിലുള്ള ഫയലുകൾ വരും. പ്രൊജക്റ്റിലെ കേസിൽ പ്രൊജക്റ്റ് ടെംപ്ലേറ്റ്, പ്രൊജക്റ്റ് ഫയൽ, ഫാമിലി ടെംപ്ലേറ്റ്, ഫാമിലി ഫയൽ. ടെംപ്ലേറ്റ് എന്താണെന്ന് മനസ്സിലായോ? നമുക്ക് ഞാൻ എന്താണ് ടെംപ്ലേറ്റ് ഉണ്ട്, അതല്ലെന്നുണ്ടെങ്കിൽ പ്രൊജക്ട് ഫയൽ ഉണ്ട്. നമുക്ക് ഓരോ ആവശ്യത്തിനും ഓരോ ടെംപ്ലേറ്റുകളാണ്. നമുക്ക് ആ ടെംപ്ലേറ്റുകളെല്ലാം കിടക്കുന്ന ഒരു ലൊക്കേഷൻ, ഡീഫോൾട്ട് ലൊക്കേഷനാണ് എനിക്ക് കാണിക്കാൻ പോകുന്നത്.
ഈ ഒരു ഡീഫോൾട്ട് ലൊക്കേഷൻ ആദ്യം ഒന്ന് നമ്മൾ നോട്ട് ചെയ്ത് നോക്കുക. ഇപ്പോഴും ഇതിനകത്ത് കിടക്കാന്ന് പറയുന്നത് പ്രോഗ്രാം ഡേറ്റയാണ്. അതായത് ലോക്കലിന്റെ റിസീവ് പ്രോഗ്രാം ഡേറ്റ ഓട്ടോഡെസ്ക് തൊട്ടടുത്ത ഒരു ഫോൾഡർ പറയുന്നത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഏത് ലെവലിലാണോ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ 2021 ആണെങ്കിൽ 2021 എന്നായിരിക്കും, ഈ 19 ആണെങ്കിൽ 90 എന്നായിരിക്കും. അത് മൂവാണ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ ഫോൾഡർ. ആ ടെംപ്ലേറ്റ് എന്നുള്ള ഫോൾഡറിലേക്ക് അവിടെ ഇംഗ്ലീഷ് ഉണ്ട്, ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് മറ്റുള്ള കുറേ ഓരോ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ടെംപ്ലേറ്റുകളാണ്, അതായത് ലാംഗ്വേജിലുള്ളതാണ്. ഇത് ഇംഗ്ലീഷ് ഉണ്ട്. നമുക്കറിയാം ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അതിന്റെ മെഷർമെന്റ് വലിയ ഫീറ്റ് ഇൻഡെക്സിലാണ്. മെട്രിക്കിൽ വരുന്നതാണ് ഇംഗ്ലീഷ് എന്നുള്ളതിനകത്ത്. ഇതിനകത്ത് തപ്പി കിടക്കുന്ന കുറേ ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ എടുത്ത് നോക്കിയാൽ കാണാം ടെംപ്ലേറ്റ് ഫയൽ. അത് ഈ കിടക്കുന്നതെല്ലാം തന്നെ ടെംപ്ലേറ്റ് ഫയലുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ടെംപ്ലേറ്റ് ഫയൽ ഓപ്പൺ ആക്കി മുഴുവെടുത്ത് ഓപ്പൺ ആക്കി സേവ് ആക്കുകയാണ്. പ്രൊജക്റ്റ് ആക്കിയിട്ട് സേവ് ആക്കുന്നതാണ് സേവ്. ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓരോ ആവശ്യങ്ങൾക്കായിട്ടുള്ള ടെംപ്ലേറ്റുകളാണ്. നമുക്ക് ഇതിനകത്ത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ടെംപ്ലേറ്റുകൾ എന്ന് പറയുന്നത് ഡീഫോൾട്ട് മെട്രിക്, ഇലക്ട്രിക്കൽ ഡീഫോൾട്ട് മെട്രിക്, മെക്കാനിക്കൽ ഡീഫോൾട്ട് മെട്രിക്, സ്ട്രക്ചറൽ ഡീഫോൾട്ട് മെട്രിക്, പിന്നെ MECക്ക് മൊത്തത്തിൽ സിസ്റ്റം ഡീഫോൾട്ട് മെട്രിക്. ഇത്രയും കാര്യങ്ങളാണ് ടെംപ്ലേറ്റുകളാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ടെംപ്ലേറ്റുകൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചുള്ള പേര് മാർക്ക് പോയത് അപ്പൊ ഓരോന്നിന്റെയും പർപ്പസ് ചെയ്യാൻ പറയാം. ഡീഫോൾട്ട് മെട്രിക് നമ്മൾ യൂസ് ചെയ്യുന്നു ആർക്കിടെക്ചർ മോഡൽ ആർക്കിടെക്ചർ മോഡൽ ചെയ്യാൻ വേണ്ടിയാണ് ഡീഫോൾട്ട് മെട്രിക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഇലക്ട്രിക്കൽ ഡീഫോൾട്ട് മെട്രിക് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ വർക്കുകൾക്ക് ആവശ്യമായിട്ടുള്ള സെറ്റിംഗ്സുകൾ ചെയ്ത് വെച്ചേക്കുന്ന ഫയലാണ്. അതുകൊണ്ടാണ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. ടെംപ്ലേറ്റ് എന്ന് പറയാൻ കുറെ ഡിഫോൾട്ട് സെറ്റിംഗ്സും അതിന്റെ ഫാമിലീസും എല്ലാം അതിൽ ഓർഡറായിരിക്കും. അതുകൊണ്ടാണ് അതിന്റെ ടെംപ്ലേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അടുത്തതാണ് മെക്കാനിക്കൽ ഡീഫോൾട്ട് മെട്രിക്. മെക്കാനിക്കൽ ഡീഫോൾട്ട് മെട്രിക് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ വർക്കുകൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സെറ്റിംഗ്സുകളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഫയലാണ്. ഇവിടെ അടുത്ത പ്ലംബിംഗ് ഡീഫോൾട്ട് മെട്രിക്. ഒരേ ഒരു ചോദ്യം വരും, മെക്കാനിക്കൽ പ്ലംബിംഗ് രണ്ടാണ്. മെക്കാനിക്കൽ എന്ന വർക്കിനകത്ത് നമ്മൾ പറയുന്നത് പ്ലംബിംഗ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ടെംപ്ലേറ്റ്. മെക്കാനിക്കൽ ആണെന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ പ്ലംബിംഗിന് ആവശ്യമായിട്ടുള്ളതാണ് പ്ലംബിംഗ് ഡീഫോൾട്ട് മെട്രിക്. പിന്നെ സ്ട്രക്ചറിൽ ആവശ്യമുള്ള സ്ട്രക്ചർ, പിന്നെ സിസ്റ്റം ഡീഫോൾട്ട് മെട്രിക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റത്തിന്റെ ഡീഫോൾട്ടിനകത്ത് MEP ഫുള്ളായിട്ട് പറ്റും. മെക്കാനിക്കലും ഇലക്ട്രിക്കലും പ്ലംബിങ്ങും പറ്റും. പിന്നെ മെക്കാനിക്കലും ഇലക്ട്രിക്കലും പ്ലംബിങ്ങും സെപ്പറേറ്റ് ടെംപ്ലേറ്റും ഏതാണ് വേണ്ടത് അതനുസരിച്ച് നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞങ്ങൾക്ക് ഓരോരോ ടെംപ്ലേറ്റ് ആയിട്ട് ജസ്റ്റ് ഓപ്പൺ ആക്കാം. ഡീഫോൾട്ട് മെട്രിക് ആണെങ്കിൽ ആദ്യം ഓപ്പൺ ആക്കിയത് ടെംപ്ലേറ്റ് പറഞ്ഞു. ആർക്കിടെക്ചർ സിസ്റ്റം ഡീഫോൾട്ട് ഒരു ടെംപ്ലേറ്റ് ഓപ്പണായി കിടക്കുന്നു. കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കണം അത് ഏത് ടെംപ്ലേറ്റ് ആണ് ഓപ്പണായി കിടക്കുന്നത്. ഏകദേശം 4 ടെംപ്ലേറ്റുകൾ ഓപ്പൺ ആക്കി. ഈ 4 ടെംപ്ലേറ്റിൽ 4 ഓപ്പൺ ആക്കിയ ടെംപ്ലേറ്റ് ഡീഫോൾട്ട് മെട്രിക്. അപ്പൊ ഇതിനകത്തേക്ക് വന്നാൽ ഇതിന് ഓരോന്നുള്ള സെറ്റിംഗ്സ് ഒന്ന് പിന്നീട് പറയാം. ഇത് എന്താണ് നിയമായിട്ടുള്ള ഒരു ചെയ്യുന്നത്.
ഏറ്റവും നമ്മൾ ഈ ഓപ്പണായി കാണുന്ന ഈ ഒരു നമ്മൾ ഓപ്പണായി വരുന്ന ജിയോയും ഓട്ടോക്കാട് നമുക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് ഏറ്റവും മുകളിലുള്ള ഈ ഒരു ഭാഗത്തെ നമ്മൾ എന്താ പറയാ ഏറ്റവും ബ്ലോക്ക് പറയും പിന്നെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ഭാഗമായി അതായത് പെട്ടെന്ന് നമുക്ക് എടുക്കുന്ന രീതിയിലാണ് പിന്നെ വെലുഭാഗമുണ്ട് പിന്നെ ഇത് വെള്ളം ഉണ്ട് പിന്നെ ഓരോ ഇതിനെയും നമ്മൾ പാനൽസ് എന്ന് പറയാം അതായത് ഓരോ യൂസിന് ആവശ്യമായിട്ടുള്ള ടൂളുകൾ കിടക്കുന്നത് ഇവിടെ പാനൽ സബ്മേഷൻ പാനൽ എന്ന രീതിയിലുണ്ട് പിന്നെ ഈ തൊട്ട് താഴെ ഇവിടെ ഒരു ലെങ്കിയായിട്ട് കൊടുക്കുന്നുണ്ട് ഇവൻ അതായത് എന്റെ ഒരു ടൂളുകൾ എടുത്താൽ മാത്രം അവിടെയാണ് കുറെ കാര്യം ഇതിന്റെ ഓപ്ഷൻ ഭാഗമാണ് എന്ന് പറയാം അതായത് നമ്മൾ എടുക്കുന്ന ടൂളിന്റെ ഒക്കെ ഓപ്ഷൻസ് അവിടെയാണ് പിന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു അതിനെ പ്രോപ്പർട്ടീസ് എന്ന് പറയും പേര് അവിടെ കിടപ്പുണ്ട് പ്രോപ്പർട്ടീസ് പല്ലത്തിൽ തന്നെ കിടപ്പുണ്ട് പ്രോപ്പർട്ടീസ് പല്ലത്തിൽ പിന്നെ റൈറ്റ് സൈഡിൽ വരുന്നത് പ്രൊജക്ട് ബൗസർ പിന്നെ നമുക്ക് മോഡലിംഗ് ഏരിയയാണ് ബാക്കി ടൂളുകളൊക്കെ ഇത് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഇത് ഈ പ്രൊജക്ട് ബൗസറിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നോർമലായിട്ട് ആർട്ടിക്കൽ അതായത് ഡീഫോൾട്ട് വെട്ടി കാണുന്നുണ്ടെങ്കിൽ ഫ്ലോർ പ്ലാൻ സീലിംഗ് പ്ലാൻ ജസ്റ്റ് മറ്റു യാതൊരു പേരുകളില്ല ഫ്ലോർ പ്ലാൻ സീലിംഗ് പ്ലാൻ ഇത് ഡീഫോൾട്ട് വെട്ടിക്ക് എന്ന് പറയുന്നത് എന്തായാലും ആട് അറിയാതെ ഓപ്പൺ ആയാലും പിന്നെ ഞാൻ കുറെ സെറ്റിംഗ്സ് ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഓരോ ദിവസവും പിന്നെ അടുത്ത ഇതിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഞാൻ നേരത്തെ അത് കഴിഞ്ഞിട്ട് സിസ്റ്റം ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് സിസ്റ്റം ടെംപ്ലേറ്റ് മറ്റു വ്യത്യാസങ്ങളൊന്നും നിങ്ങൾക്ക് നോക്കിയാൽ കാണില്ല അവിടെ ബാക്കി എല്ലാ ടൂളുകളും അതേപോലെ തന്നെ കാണും പക്ഷെ ഈ പ്രൊജക്ട് ബോക്സിനകത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആവശ്യമായിട്ടുള്ള സെറ്റിംഗ്സുകളെല്ലാം ഇലക്ട്രിക്കൽ ഫ്ലോർ പ്ലാൻ അകത്താണ് ഈ ഇലക്ട്രിക്കൽ ഫ്ലോർ പ്ലാൻ മെക്കാനിക്കൽ ആവശ്യമായിട്ടുള്ള സെറ്റിംഗ്സ് മെക്കാനിക്കൽ മെയിനായിട്ട് എക്സ്ചേഞ്ച് മാത്രമാണ് ബാക്കി എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണം ഓക്കെ HVAC വേണ്ട ഫ്ലോർ പ്ലാൻ സീലിംഗ് പ്ലാൻ ഇത് കഴിഞ്ഞ് പ്ലംബിങ്ങിനകത്തേക്കുള്ള പ്ലംബിങ്ങിന് വേണ്ട ഫ്ലോർ പ്ലാൻ സീലിംഗ് പ്ലാൻ ആവശ്യമുള്ളതുകൊണ്ട് ആവശ്യമില്ലാത്തവർക്ക് പ്ലംബിങ്ങിനകത്ത് സീലിംഗ് പ്ലാൻ വേണമെന്നുണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും എന്നാലും ഇനിഷ്യലി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കലിനകത്ത് ലൈറ്റിങ്ങിനകത്ത് നമ്മൾ സാധാരണ രീതിയിൽ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇലക്ട്രിക്കലും മെക്കാനിക്കലും പ്ലംബിങ്ങും ഉണ്ടെങ്കിൽ ഇതൊക്കെ വേണം ക്ലീൻ ചെയ്ത് കളയാം തന്നെ ഇനിഷ്യലി നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇങ്ങനെ മൂന്നെണ്ണം വന്നാൽ ആ അപ്പൊ നിങ്ങൾക്ക് NDT വർക്കിന് നമുക്ക് യൂസ് വരുന്ന ഒരു ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് സിസ്റ്റം ടെംപ്ലേറ്റ് ആണ് അപ്പൊ നിങ്ങളിപ്പം ടെംപ്ലേറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടാണ് ഏത് വർക്കിലേക്ക് പോകണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ വേണ്ട അപ്പൊ ഇതിനകത്ത് ഇലക്ട്രിക്കൽ ചെയ്യണമെങ്കിൽ ഇലക്ട്രിക്കൽ പ്രോപ്പാൻ എന്നുള്ള ഏരിയയിലേക്ക് ഇലക്ട്രിക്കൽ ചെയ്യാം മെക്കാനിക്കൽ ചെയ്യാവുന്ന മെക്കാനിക്കലിനകത്ത് ചെയ്യുന്നത് ചെയ്യാം പ്ലംബിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലംബിങ്ങിനകത്തേക്ക് പോയി അത് തൊട്ടടുത്ത ഇതിലേക്ക് നോക്കുകയാണ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം മെക്കാനിക്കലും പ്ലംബിങ്ങും മാത്രമേ ഉള്ളൂ ഇത് ഇലക്ട്രിക്കലില്ല ഈ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ ടെംപ്ലേറ്റ് ആണ് തൊട്ടടുത്ത് ഓപ്പൺ ചെയ്ത മെക്കാനിക്കലും ഇവിടെ ഇലക്ട്രിക്കലില്ല മെക്കാനിക്കലാണ് മെക്കാനിക്കൽ പ്ലംബിങ്ങും മാത്രമാണ് മെക്കാനിക്കൽ ചെയ്യാനുള്ള ഓരോ പ്ലാനുകളും അതിനകത്തുണ്ട് പ്ലംബിങ് ചെയ്യാനുള്ള ഓരോ ഈ മെക്കാനിക്കൽ മാത്രം മതി മെക്കാനിക്കൽ ബാക്കി ഏതായാലും സിസ്റ്റം വേണം ഈ തൊട്ടടുത്ത് നമ്മൾ ഓപ്പൺ ആക്കിയിരുന്നത് ഇലക്ട്രിക്കൽ ടെംപ്ലേറ്റ് പ്ലംബിംഗ് ടെംപ്ലേറ്റ് ആണ് പ്ലംബിംഗ് ആണ് പ്ലംബിങ്ങിനകത്ത് പ്ലംബിങ്ങിന് വേണ്ടുന്ന പ്ലംബിംഗ് ഫ്ലോർ പ്ലാന് സീലിംഗ് പ്ലാൻ ഡെലിവേഷൻ ഓരോ ടെംപ്ലേറ്റുകളും നമ്മൾ നോക്കിയാൽ ഇതിനകത്ത് നമുക്ക് മെക്കാനിക്കലിനകത്തേക്ക് വന്നാൽ സിസ്റ്റത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ട് ഓരോന്നിനകത്തും അതാണ് വേണ്ടുന്ന സെറ്റിംഗ്സ് അപ്പം മെക്കാനിക്കലിനകത്ത് വരുമ്പോൾ അവിടെ HVAC പ്ലംബിംഗ് മാത്രമായി പ്ലംബിങ്ങിനകത്ത് വരുമ്പോൾ പ്ലംബിംഗ് ചെയ്യണം ഇതിനകത്ത് നമ്മൾ മോഡൽ ചെയ്യുമ്പോൾ ഈ ഒരു പ്ലംബിംഗ് പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കും ഇമ്പോർട്ടൻസ് വരിക മറ്റുള്ള അതിനകത്ത് ചെയ്തുകൊടുക്കുന്ന സെറ്റിംഗ്സ് എന്നുള്ള കാര്യങ്ങളാണ് അത് ഓട്ടോക്കാട് പേര് ഓപ്പൺ ആക്കും ടെംപ്ലേറ്റ് ഓപ്പൺ ആക്കും ഇതുമായ സെറ്റിംഗ്സുകളാണ് ഡൈനാമിക് സ്റ്റൈൽ ജസ്റ്റ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞില്ലേ ഡീഫോൾട്ടായിട്ട് ഏത് പുതിയ പാക്കെടുത്താൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കുറെ ലൈറ്റ് ആയിരിക്കും ലൈറ്റ് വെയിറ്റ് കളർ ഇതെല്ലാം അതുകൊണ്ടാണ് അതിന്റെ ടെംപ്ലേറ്റ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇതിനാവശ്യമായിട്ടുള്ള അതാത് വർക്കിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യം
കൂട്ടുകാരെന്ന് പറഞ്ഞാൽ കുറച്ച് ഫാമിലികളാണ്. ആ ഫാമിലി എല്ലാം തന്നെ നമുക്ക് ഇനിഷ്യലി യൂസ് വരുന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അവർ കുറച്ച് ഫാമിലി പിന്നെ വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഈ പറഞ്ഞ പോലെ ലൈറ്റായിട്ടുള്ള യൂസിന്റെ സേവിങ്സ് എല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് നമുക്ക് അതിനകത്ത്. ഇതിന്റെ അടുത്ത പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ടെംപ്ലേറ്റ് ആണ്. ഇലക്ട്രിക്കൽ ടെംപ്ലേറ്റ് നോക്കാം. ഇലക്ട്രിക്കൽ ലൈറ്റിംഗ് പവർ ആണ്. ഈ ഇലക്ട്രിക്കൽ കാർക്ക് കാണുന്ന ലൈറ്റിംഗ് പവർ മെക്കാനിക് കൺട്രോൾ എല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ നേരത്തെ ഇവിടെ കണ്ടത് സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്നത്തെ അതാത് പർപ്പസ് അനുസരിച്ച് ഇലക്ട്രിക് എടുക്കാം, പ്ലംബിംഗ് എടുക്കാം, മെക്കാനിക് എടുക്കാം. അതല്ല സിസ്റ്റം ഇത് ഓപ്പണായി വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഇതല്ലാതെ മോഡൽ ചെയ്ത് വരുന്ന സമയത്ത് അതുപോലെ മനസ്സിലാവും. പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന വഴികൾ പറയുന്നത് ഈ കാണുന്ന പ്രൊജക്ട് ബോക്സ്. പ്രൊജക്ട് ബോക്സ് എന്നുള്ള പേര് വെക്കാൻ പാടില്ല. അവിടെയാണ് നമുക്ക് യൂസർ നേരത്തെ പറഞ്ഞ ക്വാണ്ടിറ്റി എല്ലാ കാര്യങ്ങളും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇത് ചെയ്തു വരുന്നത്. അവിടെയാണ് ഈ പ്രൊജക്ട് ബോക്സ് കേട്ടിട്ടുണ്ടല്ല നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു ആർക്കിടെക്ചർ ചെയ്തു, ആർക്കിടെക്ചർ ഡീഫോൾട്ട് മെട്രിക് മോഡൽ ചെയ്യുന്നു. നമുക്ക് അറിയാം, സാധാരണ രീതിയിൽ വീട്ടിലെ ഇലക്ട്രീഷ്യനോ പ്ലംബറൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വന്നിട്ടല്ല വീട് വെക്കുക അല്ലെ. നമുക്ക് ശരിക്കും ഇലക്ട്രീഷ്യനൊക്കെ വന്ന് വീട് വെക്കുന്ന വീട്ടിനകത്താണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രീഷ്യനൊക്കെ വന്നിട്ട് വർക്ക് ചെയ്യും. ആ എങ്ങനെയാണോ മെയിനായിട്ടുള്ള ഒരു വർക്ക് പറയുന്നത് അതേ വസ്തുവാണ് മോഡൽ ടൂൾസ് കോളേജിലല്ലോ ഇവിടെ സാധാരണ യൂസ് ചെയ്യും. അതായത് ആർക്കിടെക്ചർ ടീം അവരുടെ ടീം ആർക്കിടെക്ചർ മോഡലുകൾ ഉണ്ടാക്കും. ആ ആർക്കിടെക്ചർ മോഡലിനെ ഫോളോ ചെയ്ത് അത് ബേസ് ചെയ്ത് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ഓട്ടോകാഡ് ഡ്രോയിങ്സ് വരയ്ക്കുന്നത്. ഈ ഓട്ടോകാഡ് ഡ്രോയിങ്സ് വരയ്ക്കുന്നതിനകത്ത് ആർക്കിടെക്ചർ മൂന്നാണ് വരയ്ക്കുന്നത് അല്ല. അവർ തരുന്ന ആർക്കിടെക്ചർ എടുത്തിട്ട് നമ്മൾ എക്സ്റ്റേണൽ റെഫറൻസ് യൂസ് ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ സ്വീകാര്യം ചെയ്യുന്ന മോഡലുകൾ ഫീൽ ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മോഡലുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അവര് റിലാക്സ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ ഡീഫോൾട്ട് ഉപയോഗിക്കാം. നോക്കാൻ ആർക്കിടെക്ചറിനൊക്കെ പോകണം, നമുക്ക് മോഡലിലേക്ക് പോവാം. മോഡലിനെ കുറിച്ച് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നമ്മളൊരു ടെംപ്ലേറ്റ് ഓപ്പൺ ആക്കി ടെംപ്ലേറ്റ് ആണ് ഈ ഒരു ഫയലിനെ ഞാൻ സേവ് ചെയ്യാനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എനിക്ക് ഇവിടെ സേവ് ആകുന്ന ഫയൽ എന്താണ്. നേരത്തെ ഓപ്പൺ ആക്കിയ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു അതെത്തായിട്ട് മാറി. പക്ഷെ അത് ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ എടുത്താൽ മാത്രമേ സാധാരണ ജീവിതത്തിൽ ആൾക്കാർക്ക് പറ്റുന്ന മിസ്റ്റേക്ക് ഓപ്പൺ കൊടുത്തിട്ടെടുക്കും. ഓപ്പൺ കൊടുത്തിട്ടെടുത്താൽ വീണ്ടും ആ കിടക്കുന്ന ഫയലിനെ നമ്മൾ എഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വീണ്ടും സേവ് ആവുമ്പോൾ പോയിട്ട് ആർട്ട് ചെയ്യാൻ ടെംപ്ലേറ്റ് നിങ്ങൾ ന്യൂ എടുത്ത് തന്നെ എടുക്കുക. ന്യൂ എടുത്തിട്ട് എടുക്കുന്നു. എന്നാലും ക്വാളിറ്റി ഫയലായിട്ട് സേവ് ആവും. ഒരു ഫയലായിട്ട് സേവ് ആകാം. നമ്മൾ ഒരു ഫയൽ സേവ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷനകത്ത് ചെയ്യുവാണെങ്കിൽ മാക്സിമം ബാക്കപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ ഓപ്പൺ ആക്കുന്നതിന്റെ കൂടെ 20 ആയിരിക്കും എടുക്കുക. ഈ ബാക്കപ്പ് എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യം സേവ് ചെയ്യുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു തൊട്ട് മുമ്പുള്ള സേവ് ചെയ്യുന്നവരെയുള്ള ഫയലുകളാണ് ഓരോ ബാക്കപ്പായിട്ട്. ഓട്ടോകാഡിനകത്ത് ബാക്കപ്പ് ഫയൽ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. മറ്റൊരു ഫയൽ ചെയ്യുക ഇവിടെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എപ്പോഴാണ് നമ്പർ കൊടുക്കുന്നത് അത്രയും ഫയലുകളോട് ക്രിയേറ്റ് ആവും. ആ ക്രിയേറ്റ് ആകുന്നത് ഓരോ പ്രാവശ്യത്തെ സേവ് ചെയ്യുമ്പോഴാണ്. ഇപ്പൊ ഞാനൊന്ന് സേവ് ചെയ്യും, ഒരു ബാക്കപ്പ് ക്രിയേറ്റ് ചെയ്യും, വീണ്ടും സേവ് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു ബാക്കപ്പ് മൂന്നാണെങ്കിൽ 3 ബാക്കപ്പ് അങ്ങനെ ക്രിയേറ്റ് ആവും. ആ 3 ബാക്കപ്പിനകത്ത് നമുക്ക് ഓരോ സേവ് ചെയ്ത സ്റ്റേജിൽ പല സ്റ്റെപ്പ് എടുത്ത് മനസ്സിലാക്കിയിട്ട് മോഡലുകളായിരിക്കും. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്യുന്നതെങ്കിൽ പറയാൻ നമ്മൾ വർക്ക് ചെയ്യുന്ന ഫയലിൽ സംഭവിച്ചാൽ ബാക്കപ്പ് ഫയൽ എടുക്കാം, നമുക്ക് എന്തെടുക്കാം വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത് ബാക്കപ്പ് പിന്നെ ഇനിഷ്യലി വർക്ക് ചെയ്യുന്ന സമയത്ത് 1-2 ഒക്കെ കൊടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ഫയൽ വർക്ക് ചെയ്യുന്ന ഫയലിനനുസരിച്ച് അത്രയും ഫയൽ സൈസ് തന്നെയായിരിക്കും ഏകദേശം വരിക. വ്യത്യാസം വരുത്തുന്നു. അപ്പൊ അത്രയും ഫയലുകൾ അവിടേക്ക് ചിലപ്പോൾ ഞാൻ ഈ ഒരു ഫയലിനെ സേവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡെസ്ക്ടോപ്പിലോട്ട് സേവ് ചെയ്യുകയാണ്.
കൊടുത്തിട്ടുണ്ട്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾഡറിനകത്ത് നോക്കിയാൽ NC എന്ന് പറഞ്ഞൊരു ഫയലാണ്. ഇതിനകത്ത് എന്തൊക്കെ ടൂളുകളൊക്കെയാണ് ഉള്ളത് അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെ പറഞ്ഞു ഇതെല്ലാം മെനു ബാറാണ്. ഓരോ മെനു ബാറിനും ഓരോ ആവശ്യമാണ്. നേരത്തെ പഴയ കാലത്തൊക്കെ ഈ ഡെവലപ്പ് വന്നിരുന്നത് ആർക്കിടെക്ചറിന് സെപ്പറേറ്റ്, സ്ട്രക്ചറിന് സെപ്പറേറ്റ്, മീറ്റിംഗ് സെപ്പറേറ്റ് എന്നുള്ള രീതിയിലാണ്. അത് കഴിഞ്ഞ 14 വർഷങ്ങൾക്ക് മുതലാണ് ഇത് കൂടുതൽ കമ്പയിൻ ചെയ്തത്. ഒറ്റ ഒരു വർഷം നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ സെപ്പറേറ്റ് ആയിട്ടാണ് ഇപ്പൊ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണുന്നത്. അപ്പം ഈ ഒരു ഇവർക്ക് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ തന്നെ യൂസ് ചെയ്തിട്ടാണ് ആർക്കിടെക്ചർ വർക്ക് ചെയ്യുക, സ്ട്രക്ചർ വർക്ക് ചെയ്യുക. ഇത് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഈ ഒരു ടാബ് യൂസ് ചെയ്തത് ആർക്കിടെക്ചറിന് ആവശ്യമായിട്ടുള്ള സ്ട്രക്ചർ എന്നുള്ള ഇതിലേക്ക് സ്ട്രക്ചർ, സ്റ്റീല്, ഇതെല്ലാം തന്നെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട ടൂളുകളാണ്. അപ്പൊ മെക്കാനിക്കലുകാരെ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഒരുപാടെങ്കിലും ഡക്ടുണ്ട്, പൈപ്പുണ്ട്, ഇരുട്ടികളുള്ള വേഗതയുമായ ഒക്കെ ഉണ്ട്. ഇതെല്ലാം തന്നെ അപ്പൊ നമുക്ക് മെയിനായിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ട ടൂൾ എന്ന് പറയുന്നത് എന്താണ് സിസ്റ്റം. നമുക്ക് ഡക്ട് വേണം, എടുക്കാം, ഡയമെൻഷൻസ് കൊടുക്കാം, എത്ര വിട്ട് വേണം, എത്ര ഹൈറ്റ് വേണം ഉള്ള രീതിയിൽ നമുക്ക് എന്തെടുക്കാം, ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ആകുമ്പോൾ നമുക്ക് കാണാം ഈ വരുന്ന ഏരിയ എന്ന് പറയുന്നത് കോളിംഗ് ഏരിയ ആണ്. ഇവിടെ നമുക്ക് അഞ്ച് മുന്നേ നമ്മളോട് പറഞ്ഞ് ഇവിടെ എന്താണ് 3D ആയിട്ടൊക്കെയാണ് വരുന്നത്. ക്രിയേറ്റ് ആകുമ്പോഴേക്ക് 3D ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം എന്താണ് 3D ഷേപ്പായിട്ട് തന്നെയാണ്. അപ്പം ഇത് ഈ കാണുന്ന രണ്ട് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ രണ്ട് ഡൈനിങ് കൺട്രോളാണ്. ഇത് രണ്ടുമാണ് ഞാൻ അടുത്ത മുമ്പ് നിങ്ങളോട് പറഞ്ഞു ഇതെല്ലാം ക്ലോക്ക് പ്ലാൻ ഉണ്ട്, ഹീറ്റിംഗ് പ്ലാൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇനി ഈ ക്ലോക്ക് പ്ലാനിലേക്ക് നമ്മൾ പോയിട്ട് നോക്കാം. നമുക്ക് മോഡലിംഗ് ഏരിയയിലേക്ക് വരുമ്പോൾ 4 ഒരു ഐ ഷേപ്പ് ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ച് പറയാനാണ് മെയിനായിട്ട് 4 വ്യൂസ് ആണ് പറയുന്നത്, 4 എലിവേഷൻസ്. ഈ 4 എലിവേഷൻസ് ആണ് ഈ 4 എലിവേഷൻസ് ആണ് ഈ കാണുന്നത് ഈസ്റ്റ്, നോർത്ത്, സൗത്ത്. നമുക്ക് എലിവേഷനിലേക്ക് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാം, ഈ പ്രൊജക്ട് ബോക്സിനകത്തേക്ക് കൊടുത്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് നേരത്തെ കണ്ടതല്ല ഏരിയ കണ്ട നേരത്തെ പ്ലാൻ വ്യൂ കാണാനുള്ള 2 കാര്യങ്ങൾ. ലെവൽ ബോർഡ്, ഈ ലെവൽ ബോർഡ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഫോർമായിട്ട് കൺസിഡർ ചെയ്യാം. ഇതാണ് ഈ 1 അതല്ലെന്നുണ്ടെങ്കിൽ 1 പ്ലംബിംഗ് 2 പ്ലംബിംഗ്. കാരണം പ്ലംബിംഗ് മെക്കാനിക്കൽ കൂടെ ചെയ്ത സമയത്ത് സെപ്പറേറ്റ് ഫ്ലോറാണ് നമുക്ക് വീടുകളിൽ. പക്ഷെ പേര് പറയുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ലെവൽസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഇതാണ്. ലെവലുകൾ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ എവിടെ പോകണം, എലിവേഷൻ പോകണം. കാരണം നമുക്കറിയാം നമുക്ക് എവിടെ കഴിക്കുന്നു ഈ ബിൽഡിംഗ് എത്ര ഫ്ലോർ ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നാൽ അറിയില്ല, ഈ പുറത്തറിയില്ല, ബിൽഡിംഗ് നോക്കിയാൽ മാത്രമേ അറിയൂ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. എലിവേഷൻ വേണം നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ സെക്ഷൻസ് ഒന്ന് ഇലിവേഷൻ. അപ്പം നമുക്ക് ക്ലോക്ക് പ്ലാനിൽ നിന്നുകൊണ്ട് നമുക്ക് പ്ലാൻ വ്യൂ വരയ്ക്കും. അവിടെ ഇരിക്കുന്ന സമയത്ത് 4 എലിവേഷൻസ് കാണാം, 4 എലിവേഷൻസ്. ഈ എലിവേഷൻസ് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ എലിവേഷൻ്റെ ഒരു ഷാർട്ട് പ്ലേ ചെയ്യുമ്പോൾ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താലും ഇങ്ങനെയൊക്കെ എളുപ്പത്തിൽ ചെയ്യാം. സൗത്തിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം. പിന്നെ വരിക എന്ന് പറയുന്നത് എന്താണ് ക്ലോക്ക് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരിക, ഓരോ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നിയമങ്ങൾ കൊടുക്കാം, നിയമത്തിൽ കൊടുക്കുക. നമുക്ക് എത്ര ലെവലുകൾ അതെല്ലാം ക്രിയേറ്റ് ചെയ്യാം എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇലിവേഷൻ പ്രോപ്പാനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പ്രോപ്പാനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ആ പ്രോപ്പാൻ ഓപ്പൺ ആവും. ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ആവും. പ്ലംബിംഗ് ചെയ്യുന്ന ആളാണ് ഇപ്പോൾ HVAC ആണ് ഇവിടെ വരിക. അപ്പൊ നമുക്ക് HVAC വർക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് ഡക്ട് ഉണ്ട് അല്ലെ. ഈ പ്ലംബിംഗ് വരുവാണെങ്കിൽ നമ്മൾ അവിടെ വരയ്ക്കുന്നത് ഇതാണ് ഈ ടെംപ്ലേറ്റ്. പ്ലംബിംഗിന് ആവശ്യമായ സെറ്റിംഗ്സുകൾ പ്ലംബിംഗ് ചെയ്തു കൊടുക്കും. മെക്കാനിക്കൽ HVAC ചെയ്യാനാവശ്യമായ സെറ്റിംഗ്സുകൾ HVAC ചെയ്തു കൊടുക്കും. ഇനി അതെല്ലാം ഇലക്ട്രിക്കൽ ആവശ്യമായിട്ടുള്ള സെറ്റിംഗ്സ് ആയിരിക്കും അവിടെ ചെയ്തു.
കുറെ ഇതല്ല ഈ സെറ്റിംഗ്സുകളൊക്കെ നമുക്ക് മാറ്റാം, നമ്മുടെ ആവശ്യം അനുസരിച്ച് ഇങ്ങോട്ടൊക്കെ മാറ്റാം. ടെംപ്ലേറ്റ് നമുക്ക് വ്യത്യാസം ഓരോ ടെംപ്ലേറ്റിനകത്ത് അതാതിന് ആവശ്യമായിട്ടാണ്. ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് ഒരു ബൈക്ക് വരയ്ക്കും, അപ്പം പമ്പികളെന്ന് പറയുന്നത് നോർമലായിട്ട് ഈ ബൈക്ക് ഇവിടെ പോയി കാണില്ല, ബാങ്കുകളിൽ പോയത് അവിടെ പ്ലംബിങ്ങിൽ 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 മാത്രം വെക്കാൻ മതി സെറ്റ് ചെയ്തു ഇനിഷ്യലി സെറ്റ് ചെയ്തു. എന്നാൽ ഇന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിലായിട്ട് കാണാമെന്ന് പറഞ്ഞു. ഇന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ പൈപ്പും കാണാം, ഒരു കൊട്ടേഷൻ എന്നുള്ളതില്ല പരിഗണന. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഓരോ യൂസിലേക്ക് പോകാം, ഓരോ യൂണിയൻ ബോഡി പേഴ്സണലിലേക്ക് പോകാം. അതെല്ലാം ഉണ്ടെങ്കിൽ ഇനി ഏതൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ചെയ്താലും അതാണ് സീരിയൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വ്യൂ എന്നുള്ള രീതിയില്ല, അത് അസ്യൂം ചെയ്താണ് ഇത്ര ഹൈറ്റ് മുതൽ അസ്യൂം ചെയ്ത് എടുക്കുക. പിന്നെ അതിനകത്ത് താഴേക്ക് നമുക്ക് ഒരുപാട് ലെജൻസ് ഉണ്ട്, ഷെഡ്യൂൾസ് ഉണ്ട്, ഷീറ്റ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് തന്നെ ലോഡി എന്ന് പറഞ്ഞു അതിനകത്ത് കുറെ ഫാമിലീസും കാര്യങ്ങളൊക്കെ ഈ ലോഡി യോജിക്കുന്ന ഫാമിലീസ് എല്ലാം ഉണ്ട്. പിന്നെ ഇവരിനകത്തേക്ക് ഫയലുകൾ ഇന്ത്യ നമ്മൾ ആർക്കിടെക്ട് ഫയലൊക്കെ ലിങ്ക് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ചെയ്ത അടുക്കളയിലൊക്കെ ഫയലുകളാണ് ലിങ്ക് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ ബജറ്റ് പവേഴ്സ് നടത്തുന്നത്. ഇതിന്റെ ഒരു ഡീറ്റെയിലുകളുണ്ട് മുന്നോട്ട് വരിക. നമുക്കിപ്പോൾ സ്റ്റേജും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈബ്രറിയൊക്കെ പബ്ലിഷ് വേണ്ടത്, അത് കഴിയുമ്പോൾ ഇതിന്റെ വ്യൂവിന്റെ ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യാനായിട്ട് ഡീറ്റെയിൽ ലെവൽ, പിന്നെ തൊട്ട് പിന്നെ 3D വ്യൂ അല്ലെ വയർ ടൈപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടാൻ വേണ്ടിയാണ് കുറെ കാര്യങ്ങൾ. ഇങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള കുറച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് ഈ ടൂളുകളെല്ലാം ആയിട്ടാണ് ഇത് എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യാൻ പോലെ വരയ്ക്കാനൊക്കെ എളുപ്പമാണ്. ഇനീഷ്യലായിട്ട് ഒരു കുറച്ച് സെറ്റിങ്സ് അപ്പൊ അതെല്ലാം നമ്മളായിട്ട് ഇവിടെ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സിസ്റ്റവും, കാരണം ഇതിനകത്തേക്ക് ഒരുപാട് കഴിക്കാത്തേക്ക് വരുവാണെങ്കിൽ അത് 3 സിസ്റ്റം മാത്രമാണ്. ഇപ്പൊ നെറ്റിന്റെ കാര്യത്തിലൊക്കെ ഇവിടെ സപ്ലൈ ഉണ്ട്, എക്സോസ്റ്റൊക്കെയാണ്. ഇതല്ലാതെ മറ്റു പല രീതിയിലുള്ള ഡക്റ്റുകൾ യൂസ് ചെയ്യും. ഇതെല്ലാം വെച്ചിട്ട് നമ്മളിവിടെ ടെംപ്ലേറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഫയൽ എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ഫയൽ ടെംപ്ലേറ്റ് എടുത്ത് പോവുകയാണെങ്കിൽ പിന്നീട് അഡീഷണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യം വരും. അങ്ങനത്തെ കുറെ സെറ്റിംഗ്സ് അതാണ് എല്ലാ കമ്പനികളും അങ്ങനെ ചെയ്തു. എല്ലാ കമ്പനികളും വർക്ക് ചെയ്യുന്നത് ഇതെന്ന് പറയുമ്പോൾ ഇവർക്ക് അത് ഡീഫോൾട്ട് വരുന്ന ടെംപ്ലേറ്റുകളാണ്. നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ ഇൻസ്റ്റാൾ ചെയ്യുന്നവരാണെങ്കിൽ അല്ലാതെ ഈ ടെംപ്ലേറ്റ് ഉണ്ടോ പലപ്പോഴും ചില സമയത്ത് ഇൻസ്റ്റാൾ ആകും ഓട്ടോമാറ്റിക്. അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആക്കി പോകുന്ന സമയത്ത് കാണുക നമുക്ക് ആദ്യമേ ഏറ്റവും പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ എലിവേഷൻ വ്യൂസ് ആയിരിക്കും മെയിനായിട്ട് കാണുക. ഈ എലിവേഷൻ വ്യൂ ഇല്ലാത്ത ഫയലാണ് നിങ്ങൾ ടെംപ്ലേറ്റ് ആയിട്ട് ഒന്ന് ആലോചിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടെംപ്ലേറ്റ് ടെംപ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഇവറ്റ് കണ്ടന്റുകളൊന്നും തന്നെ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻസ്റ്റാൾ ആയിട്ടില്ല. അത് നമുക്ക് മാനുവലി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ മാത്രം ഈ ടെംപ്ലേറ്റുകളൊക്കെ ഇവിടെ സംവിധാന കാര്യമല്ല വെയിറ്റ് ചെയ്ത് നമ്മൾ അതുപോലെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വന്നിട്ടാണ് അത് പോകുന്നത്. ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ ടൈമില്ലെങ്കിൽ ഒരുപാട് ദിവസത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ടെംപ്ലേറ്റുകളൊക്കെ പിന്നെ ഇതിന്റെ ഓരോ സ്റ്റെപ്പിലേക്ക് നമുക്ക് അടുത്ത ദിവസം പോകാം. ഇങ്ങനെയാണ് ഓരോ ടൂറിസ്റ്റ് വർക്ക് ചെയ്യുന്നത്. ചോദിച്ചു